57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം എഴുതിയ കൈയാണത്. അച്യുതൻ്റെ കൈ. ആളെ ഇത്ര വെറുക്കേണ്ട കാര്യമുണ്ടോ? ആർക്കെല്ലാം മാപ്പ് കൊടുത്തു നമ്മൾ. പാർട്ടി ഭിന്നിപ്പുണ്ടാക്കിയ ഒരു പ്രശ്നമാണത്. അവർ പിന്നെ ഇന്ദിരാ തലവാഴ്ചക്കെതിരായിട്ട് RSSൻ്റെ BJPയുടെ കൂടെ ഐക്യപ്പെട്ടവരാണ്. നമ്മളോ നമ്മളതിൻ്റെ അടിയന്തരത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ഈ തെറ്റുകളും ആ തെറ്റ് തെറ്റാണ്. നമ്മൾ രണ്ടും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂ. CPIക്കും CPMനും രണ്ട് വഴിയില്ല. വളരെ തുറന്ന ഒരു ചർച്ചകളിലൂടെ ഈ തെറ്റുകൾ കണ്ടെത്താനും അതിൽ തിരുത്താനുമുള്ള ഒരു നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചർച്ച വേണം. ചർച്ചയെ ഭയപ്പെടാൻ പാടില്ല. CPIയും ഭയപ്പെടരുത്, CPMും ഭയപ്പെടരുത്, LDF പൊതുവിൽ ഭയപ്പെടരുത്. ചർച്ചകൾ വേണം. ആ ചർച്ചകൾ നിശ്ചിതമായിരിക്കണം. ഇതിൻ്റെ എല്ലാ ലക്ഷ്യം LDF ശക്തിപ്പെടുത്തലായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സുപ്രധാന പങ്ക് വഹിക്കുന്ന LDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാ വിമർശനങ്ങളും. പക്ഷേ അത് വഴിമാറിപ്പോകാൻ പാടില്ല. വിമർശനം ഒഴിവാക്കിയിട്ട് ചില ചായന്തക്കലുകൾ, ചില മിനുക്കുപണികൾ, ചില കോസ്മെറ്റിക്, അതുകൊണ്ട് കാര്യമില്ല. തൊലിപ്പുറമേയുള്ള ഒരു കോസ്മെറ്റിക് വിദ്യ കൊണ്ടും കാര്യമില്ല. നമ്മൾ നിശ്ചിതമായിട്ട് തന്നെ ആഴത്തിൽ ചെയ്യേണ്ടി മതി. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇപ്പോഴും LDFൻ്റെ രാഷ്ട്രീയത്തിലെ ചില കേന്ദ്രങ്ങൾക്ക് ഒരു പേരിഷ്ടമല്ല. അച്യുതമേനോൻ്റെ പേര്. എത്ര കൃത്രിമമാണത്. തുറന്ന് ചർച്ച ഉണ്ടാകട്ടെ. CPI ശ്രമിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടി. അതെ, ബിനോയ് എല്ലായിടത്തും പറയാറുണ്ടല്ലോ, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്ത് കമ്മ്യൂണിസമാണത്. 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം എഴുതിയ കൈയാണത്. അച്യുതമേനോൻ്റെ കൈ. ഐശ്വര്യപൂർണ്ണമായ കേരളം കെട്ടിപ്പടുക്കാൻ ആ തലക്കെട്ട് അച്യുതമേനോൻ്റെ തലക്കെട്ടാണ്. ആ തലക്കെട്ട് കൊടുത്ത ആളെ, അതിൻ്റെ ബജറ്റ് കൊണ്ടുവന്ന ആളെ ഇത്ര വെറുക്കേണ്ട കാര്യമുണ്ടോ? ആർക്കെല്ലാം മാപ്പ് കൊടുത്തു നമ്മൾ. എന്തെല്ലാം കഴിഞ്ഞു, കാലം എത്ര കഴിഞ്ഞു. മാപ്പ് കൊടുത്തു. കെ കരുണാകരൻ്റെ മാപ്പ് കൊടുത്തില്ലേ? കാലം എത്ര കഴിഞ്ഞു. നമ്മൾ കെ കരുണാകരൻ്റെ കൂട്ടാളിയാക്കിയില്ലേ? എന്നാലും ഒരാൾക്ക് മാപ്പില്ല. അതെന്ത് കമ്മ്യൂണിസമാണ്. ആ ഗവൺമെന്റിനെ കുറിച്ച് മാത്രം മിണ്ടാൻ പാടില്ല. ലെഫ്റ്റിന്റെ ഗവൺമെന്റ് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ പരമ്പരയും പറയും. പക്ഷേ നമ്മൾ ജന്മത്വ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച് കമ്മ്യൂണിനെ പറ്റി മിണ്ടില്ല. അല്ല, ഒരുപാട് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയ മാത്രമല്ല 56 പരം ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സർവകലാശാലകൾ കേരളത്തിന് മുഖച്ഛായ മാറ്റിയില്ല ഗവൺമെൻറ്. അതൊന്നും മിണ്ടാൻ പാടില്ലേ? അതൊക്കെ മിണ്ടണ്ടേ? അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ തെറ്റാണ്. കർഷകത്തൊഴിലാളി നിയമം, കാറ്റുവെട്ട് നിയമം, കർഷകത്തൊഴിലാളി നിയമം, ആദ്യത്തെ പെൻഷൻ, ഇതെല്ലാം ആക്കാലത്തുണ്ടായതാണ്. അതിൻ്റെ എല്ലാം ആരംഭം കുറിച്ചൊരു ഗവൺമെൻറ്റിനെ പറ്റി ഞങ്ങൾ പറയില്ല. ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ലെഫ്റ്റായി കാണാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ലെഫ്റ്റില്ല അതിനകത്ത്. അത് കടുംപിടുത്തമേ ഉള്ളൂ. കടുംപിടുത്തം മാറ്റി വയ്ക്കണം. ഞാനിപ്പോഴും കാണുന്ന മനഃപൂർവ്വം ഞാൻ പറയില്ല. പാർട്ടി ഭിന്നിപ്പുണ്ടാക്കിയ ഒരു പ്രശ്നമാണത്. പാർട്ടി ഭിന്നിപ്പിൻ്റെ ഒരു ബാക്കി പത്രമാണത്. എന്നുവെച്ചാൽ CPI ആയിട്ട് കാണേണ്ടത് എല്ലാത്തിനെയും ശത്രുവായി കാണണം. അവർ എന്ത് പറഞ്ഞാലും നിഷേധിക്കണം. അത് ജന്മത്തെ അവസാനിപ്പിച്ചാൽ പോലും അത് അവസാനിപ്പിച്ചില്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയണം എന്നൊക്കെ പഠിപ്പിച്ച രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഭിന്നിപ്പടിച്ചേൽപ്പിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് അകറ്റിവിട്ട രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയത്തിൻ്റെ കുറവുകൾ നികത്തിക്കൊണ്ടാണ്, അതിൻ്റെ എല്ലാ പരിമിതി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും LDFലേക്ക് എത്തുക. നമ്മളും അവരും മാറി, നമ്മളും മാറിയിട്ടുണ്ട്. CPI സഖാക്കൾ മാറിയിട്ടുണ്ട്. അവർ പിന്നെ ഇന്ദിരാ തലവാഴ്ചക്കെതിരായിട്ട് RSSൻ്റെ BJPയുടെ കൂടെ ഐക്യപ്പെട്ടവരാണ്. നമ്മളോ നമ്മളതിൻ്റെ അടിയന്തരത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ഈ തെറ്റുകളും ആ തെറ്റ് തെറ്റാണ്. ഈ രണ്ട് തെറ്റും നമ്മൾ തിരുത്തിയതാണ്. നമ്മൾ രണ്ടും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂ. CPIക്കും CPMനും രണ്ട് വഴിയില്ല. ഒരു വഴിക്ക് പോകാൻ പറ്റൂ. ആ വഴി LDFൻ്റെ വഴിയാണെന്ന് ബോധ്യപ്പെട്ട പാർട്ടിയാണ് CPI CPMും. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടും പിന്നെയും ചില ബോധ്യങ്ങൾക്ക് ഞങ്ങൾ ഹൃദയം തുറക്കില്ല. ഞങ്ങൾക്ക് ഈ പേര് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങൾ എന്തെല്ലാം ചെയ്താലും വളരെ ബാലിശമായ അതിനൊന്നും രാഷ്ട്രീയമില്ല. അതുകൊണ്ട് രാഷ്ട്രീയം വേണം, വിമർശനം വേണം. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, എന്തെല്ലാം കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ് വിമർശിക്കാം, ഒരു പൊതുവേദി ഉണ്ടാക്കാം. ഇന്ന കാരണത്താൽ അച്യുതമേനോൻ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ സന്ധിക്കില്ല. കരുണാകരനെ ഞങ്ങൾ ഐക്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ടായിരുന്നു കരുണാകരന്, അതൊന്നും ഇവിടെ ഇല്ല അച്യുതമേനോൻ എന്ന് പറയാനാണെങ്കിൽ പറയാം.
അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം നമുക്ക്. പക്ഷെ അത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല, ശത്രുക്കളാകാൻ വേണ്ടിയുമല്ല, എവിടെ നമ്മൾ ഡിഫർ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ആ ഡിഫറൻസ് എല്ലാം പതുക്കെ ആണെങ്കിലും മാറിയേ തീരൂ. മാത്രമല്ല CP സ്റ്റാൻഡ് ഞാൻ പറയാം, നാളെ സാധ്യമല്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് ഐക്യം വേണ്ടി വരും. മാർക്സിസത്തിൻ്റെ പ്രമാണങ്ങൾ മൗലികമായ സത്യമാണവ ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ വളർന്നു വരുന്ന ഫാസിസ്റ്റ് ആപത്തിന് മുൻപിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പലതായി പോകാൻ പറ്റില്ല, ഒന്നിച്ചേ പോകാൻ പറ്റൂ. കമ്മ്യൂണിസ്റ്റ് ഐക്യം വേണ്ടി വരും എന്നാണ് CP കാണുന്നത്. അത് കേട്ടാൽ ഇപ്പോഴും ചിലർക്ക് കാതുപത്താൻ തോന്നിപ്പോകും. അത് അവരുടെ പ്രശ്നമാണത്. പക്ഷെ എന്തായാലും ആരെല്ലാം കാതുപത്തിയാലും ശരി, സത്യമായ മാർക്സിസം, ദ ട്രൂ സയൻസ് ഓഫ് മാർക്സിസം, അത് നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഐക്യം വേണമെന്ന്. അത് ലക്ഷ്യമാണ്, വിദൂരമായിരിക്കാം. അങ്ങനെ അതുകൊണ്ട് അകലുകയല്ല വേണ്ടത്. നമ്മൾ തമ്മിൽ എപ്പോഴും ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, അച്യുതമേനോനോ കരുണാകരനോ എന്തുമാകട്ടെ, അതെല്ലാം നമുക്ക് ചർച്ച വിഷയമാക്കാം. എന്നിട്ട് നമുക്ക് അകൽച്ചയുള്ള കാര്യങ്ങൾ, അടുപ്പമുള്ള കാര്യങ്ങൾ, ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഒരിക്കലും അടുക്കലകത്തൊന്നും നമ്മൾ തമ്മിലില്ല. എന്തുണ്ടെങ്കിലും ശരി, CPIക്കും CPMനും തമ്മിൽ എന്ത് ഉണ്ടെങ്കിലും ശരി, അതെല്ലാം തീർക്കാവുന്ന കാര്യങ്ങളുള്ള രണ്ടുപേരും ചോര ഒന്നാണ്, പൈതൃകം ഒന്നാണ്, പാരമ്പര്യം ഒന്നാണ്, ലക്ഷ്യമൊന്നാണ്. അതുകൊണ്ട് CPIക്കും CPMനും ഒന്നിച്ച് പോകാൻ പറ്റും, മുന്നണിക്കകത്ത് ഒന്നിച്ച് നിൽക്കാൻ പറ്റും, ശക്തിപ്പെടുത്താൻ പറ്റും. മുന്നണിയാണ് നമ്മുടെ രാഷ്ട്രീയം ഒരുമിച്ച് പറയാൻ പറ്റും. LDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പങ്ക് നിർവഹിക്കാൻ പറ്റും. അതിനെല്ലാം ഫലമായിട്ട് നാളെ കാലം തീരുമാനിക്കും. ചിലപ്പം നമ്മളുണ്ടാകണമെന്നില്ല അപ്പോൾ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നിച്ചേ പോകാൻ പറ്റൂ. ഒരു പാർട്ടിയാകേണ്ടി വരും, എപ്പോഴെങ്കിലും വരും. അത് ഇപ്പോൾ CPIക്ക് കാഴ്ചപ്പാടുണ്ട്, CPM സഖാക്കൾക്ക് അതില്ലായിരിക്കാം. പക്ഷേ അവരാണ് ഏറ്റവും അടുത്ത മിത്രങ്ങൾ. CPMൻ്റെയും CPIയുടെയും പൊതുബോധ്യം അതാകണം. ഇതിനേക്കാളും വലിയ മിത്രം CPIക്കില്ല, CPM അല്ലാതെ. ആ ബോധ്യം CPMന് ഉണ്ടാകണം. ഉണ്ടായാൽ കഴിഞ്ഞാൽ നാളെ നമുക്ക് ബാക്കി ഏത് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരകൽച്ചയും CPIക്കും CPMനും ഇടയിലില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പരാജയത്തിൻ്റെ കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ച് ഇനി പുതിയൊരു കർമ്മപരിപാടിയായി മുന്നോട്ട് പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. മുന്നോട്ടേ പോകാൻ പറ്റൂ, മുന്നോട്ടാണ് പോകേണ്ടത്. അതെ, നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ബഹുജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടണം. അപ്പോൾ ഒന്ന് ഉറപ്പാണ്, കൂടുതലായിട്ടുള്ള സമരങ്ങൾ വേണ്ടി വരും. അത് വിധ്വംസകമല്ല, ജീവിതപ്രയാസങ്ങൾ കൂടി വരും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം വരും. BJP ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആദ്യ പിന്തിരിപ്പനാണ്. അത് ജനങ്ങളെ ദ്രോഹിക്കും, മാക്സിമം എതിർക്കേണ്ടി വരും. അതുകൊണ്ട് സമരപരമ്പര വേണ്ടി വരും. UDF ഭരണത്തിൽ എന്തെല്ലാം അവർ പറഞ്ഞാലും ശരി, അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എന്തെല്ലാം പറഞ്ഞാലും ശരി, അവർക്ക് ജനകീയ വിഷയങ്ങളിൽ കൂറില്ല, ആത്മാർത്ഥത കാണിക്കാൻ പറ്റില്ല. അവർക്ക് വേറൊരു വർഗനയമുള്ളവരാണ്. ഇതെല്ലാം അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയം അവർ പറയാൻ ശ്രമിച്ചാലും ശരി, അവരുടെ രാഷ്ട്രീയത്തിന് ഈ പരിമിതിയുണ്ട്. അതിനെല്ലാം ഫലമായിട്ട് LDF തുടങ്ങി വെച്ചിട്ടുള്ള പലതിൻ്റെയും അവർ വഴിമുടക്കാൻ ശ്രമിക്കും. LDF ഉണ്ടാക്കിയ പലതിനെയും തകർക്കാൻ ശ്രമിക്കും. LDF നൽകിയ പല ആനുകൂല്യങ്ങളെയും വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കും. അതെല്ലാം പുതിയ ജീവിത പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്കപ്പോൾ അതിനെയും ചെറുക്കേണ്ടി വരും, ഉറപ്പാണ്. അതുകൊണ്ട് വരും ദിനങ്ങളിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം വേണ്ടി വരും. മാത്രമല്ല UDFനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാകാൻ തമ്മിലടി, ഒരു കലഹം പ്രതീക്ഷിക്കാവുന്നതാണ്. തന്നെ കസേര 3 എണ്ണം വേണം. മുഖ്യമന്ത്രി കസേര 3 എണ്ണം വേണം ഇപ്പം തന്നെ, എന്നാലേ തള്ളി നിൽക്കാൻ പറ്റുള്ളൂ. പാടുപെട്ട് ഇപ്പോൾ ഒന്നല്ലേ ഉള്ളു. അതുകൊണ്ട് പാടുപെട്ട് എത്തിച്ചാൽ പോലും വഴക്കുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കോൺഗ്രസ് ആവില്ല. അപ്പോൾ ജനപ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട്, ജനകീയ ആവശ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട്, അവർക്ക് അവരുടെ വിഷയങ്ങൾ തീർക്കാൻ വേണ്ടി ഒരുപാട് നേരം മാറ്റിവെക്കേണ്ടി വന്നാൽ അതിൻ്റെ എല്ലാം ഭാരം താങ്ങേണ്ടി വരിക ജനങ്ങളായിരിക്കും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമത്തെ പ്രതികരണം പുറത്തു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ജനപക്ഷ പ്രതിപക്ഷമായിട്ട് നിൽക്കുമെന്ന്. ജനപക്ഷ പ്രതിപക്ഷം അങ്ങനൊന്നുണ്ട്. ഈ UDFൻ്റെ ഗവൺമെൻറ് ഇവിടെയും BJP ഗവൺമെൻറ് അവിടെയും ജനങ്ങളെ ഞെരിച്ചമർത്തുമ്പോൾ, ജനകീയ താല്പര്യങ്ങളെല്ലാം ചവിട്ടിത്തേക്കുമ്പോൾ, നേടിയ എല്ലാ നേട്ടങ്ങളും കുഴിച്ചുപെടാൻ ശ്രമിക്കുമ്പോൾ ചെറുത്തു നിന്നേ മതിയാകും. അതിന് പ്രക്ഷോഭങ്ങൾ വേണ്ടി വരും. അതിനകത്ത് ജനകീയ
ജനപക്ഷ പ്രതിപക്ഷത്തിൻ്റെ പങ്ക് നിറവേറ്റേണ്ട LDF. LDF അതിനുവേണ്ടി പ്രാപ്തമാക്കാനുള്ള പങ്ക് CPI വഹിക്കും. അതിലേറ്റവും മുഖ്യമാണ് CPM ബന്ധം. എല്ലാ ഘട്ടങ്ങളും CPIക്ക് അറിയാം. എത്രയും നിശ്ചിതമായ ഭാഷയിൽ CPI സഖാക്കൾ CPIയെ തള്ളിപ്പറഞ്ഞപ്പോഴും വിമർശിക്കുമ്പോഴും CPIക്ക് അറിയാം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മുന്നുപാധിയാണ് മുന്നോട്ട് പോക്കിൻ്റെ അഗാധമായിട്ടുള്ള ആഴമേറിയ ഒരു CPM ഐക്യം, ബന്ധം, സ്നേഹം, പാരസ്പര്യം. അതുകൊണ്ട് സാധ്യമാണ്. അതിനകത്ത് വിമർശനം വേണ്ട എന്നർത്ഥമില്ല. വിമർശനമുണ്ടാകും, അതിനകത്ത് സ്വയംവിമർശനവും ഉണ്ടാകും. സ്വയംവിമർശനവും ശീലമാക്കി മാറ്റിയിട്ടുള്ളൊരു ബന്ധമുണ്ട് CPIക്കും CPMനും ഇടയിൽ. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെയുള്ളൊരു ബന്ധം ഊട്ടിയുറപ്പിക്കണം. LDFൻ്റെ സമരവീര്യം ഇനിയും കൂടുതൽ തികഞ്ഞ ലക്ഷ്യബോധമുള്ള മൂർച്ചകളൊന്നായിട്ട് മാറും. ഇതിൻ്റെയൊക്കെ കാലം വരുമ്പോഴത്തേക്ക് പാർട്ടി ശക്തിപ്പെടണം. അതിന് പാർട്ടിയെ പ്രചരണപ്രസ്ഥാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തണം. അതിൻ്റെ വഴികൾ ആരായണം. LDFൻ്റെ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കണം, ശക്തിപ്പെടുത്തണം. ഇതെനിക്ക് കർത്തവ്യം. അതെ, നേരത്തെ സംസാരിച്ച മാതിരി ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ കൂടുതൽ അവരെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ പ്രസ്ഥാനത്തെ മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു പുതിയ കർമ്മപരിപാടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടി ഇന്നലെ ഇറക്കിയ പ്രസ്താവനയുടെ ഒന്നാമത്തെ വാചകം അതാണ്. എല്ലാത്തിനേക്കാളും വലിയ ജനങ്ങളാണല്ലോ LDFൻ്റെ ശക്തി. CPIക്ക് എപ്പോഴും ബോധ്യമാണത്.